രാമകൃഷ്ണ, ഒരു സർവീസ് സ്റ്റോർ എഴുതുവാൻ മാമച്ചൻ എന്ന വാരിക മുതലാളിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക അഡ്വാൻസ് വാങ്ങി താനുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഈ സാഗർ കോട്ടപ്പുറം. പക്ഷെ കോട്ടപ്പുറത്തിന്റെ മനസ്സിൽ ഇപ്പൊ കഥയില്ല, കഥാപാത്രങ്ങളില്ല, പതഞ്ഞു പൊങ്ങുന്ന പ്രതികാര വാഞ്ച മാത്രം. നമ്മുടെ മുന്നിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ചാർജ് ഒഴിയാൻ കൂട്ടാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥയും അഹങ്കാരിയുമായ ഒരു പെണ്ണിനെ തുരത്തി ഓടിക്കാനുള്ള സർവീസ് നിയമങ്ങളിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണല്ലോ. 24 മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കൊള്ളും. കുറെ സ്റ്റഡി കോളുകൾ ചെയ്യേണ്ടി വന്നേക്കും. പക്ഷെ ലൂപ്പ് ഹോൾസ് കിട്ടാതെ സാഗർ കോട്ടപ്പുറം മടങ്ങി വരില്ല. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കരുണാകരൻ. പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തില്ല? ഇന്ന് 11 മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണെന്നുള്ളത് മറന്നോ? ഇയാളുടെ വായിക്കാത്ത നാക്കില്ലേ? ഞാൻ മേഡത്തിന്റെ വീട്ടുവേലക്കാരനല്ല. സബോർഡിനേറ്റ്സിനോട് പെരുമാറാൻ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ മേഡം അങ്ങോട്ട് ചെല്ലു. I'll show what I can do. When the present Tahsildar is reluctant to hand over the charge to the newly promoted and transferred Tahsildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General and the Treasury. Anything else, madam? Hello, Tahsildar Ramakrishnan here. സാഗറോ? എല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ. സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായതുകൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു. ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലോ. അവിടെ എത്തിയോ ആ പൂതന? ഓ എത്തിയോ? എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം അതെ, മാഡം ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ഫോൺ വേണമെങ്കിൽ കൊടുക്കാം. What nonsense is this? മിസ്റ്റർ നാരായണൻ, മിസ്റ്റർ കുറുപ്പ്, ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ പത്തി താഴ്ന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. കോളേജ് NCCയിൽ ഉണ്ടായിരുന്നപ്പോ ബെസ്റ്റ് കറേജിയസ് കേഡറ്റ് അവാർഡ് വാങ്ങിച്ചവനാ ഞാൻ. ഹലോ ഹലോ, താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ചില പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഫോൺ തട്ടിത്തെറിപ്പിച്ചോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അവളിപ്പോ എവിടെ? അവളെ ഞാൻ തകർത്തു സാഗറെ. ഇനി അവൾ ഈ ഏരിയയിൽ വരില്ല. അയ്യോ, വാതിലടച്ചു. വാതിലടക്കി? പൂട്ടിട്ട് പൂട്ടിന്നാ തോന്നുന്നേ. അതെ, പൂട്ടി പൂട്ടി. ആ എങ്കിൽ രക്ഷപ്പെട്ടു. അകത്തായവൻ രക്ഷപ്പെട്ടെന്നു. മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. താൻ വാതിലൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, ആ മാതൃഭൂമി ഓഫീസല്ലേ? ഹോട്ട് ന്യൂസ്, ഹോട്ട് ന്യൂസ്. ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ അയക്കുക. നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അയക്കുക. ഹലോ, മനോരമല്ലേ? ഹോട്ട് ന്യൂസ്. നിരപരാധിയായ ഒരു തഹസിൽദാരെ വേറൊരു തഹസിൽദാർ മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എളുപ്പമായിരിക്കും. ഞാൻ സാഗറാണ്. ഒന്നുകൊണ്ട് ഭയപ്പെട്ട. സാധിച്ചാൽ ഒന്ന് ബോധം കിട്ട വില കിടന്നോ. ഞാൻ ഉടനെ എത്താം. ഓക്കെ. തഹസിൽദാർ അകത്തിട്ട് പൂട്ടിയോ? നിങ്ങളാരാ? മാഡം, ഞങ്ങൾ പത്രത്തിൽ നിന്നാ. തഹസിൽദാർ ഇവിടെ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കാൻ അറിഞ്ഞു. നോൺസെൻസ്. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഒരു പാവം തഹസിൽദാരെ കൊല്ലരുതേ, 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 തഹസിൽദാരെ കൊല്ലരുതേ. ഇവിടെ തഹസിൽദാരെ പൂട്ടിയിട്ടിരിക്കുന്നത്. രക്ഷിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. തഹസിൽദാരെ, തഹസിൽദാരെ കാറ്റ് പോയെന്നാ തോന്നുന്നു. തഹസിൽദാരെ കാറ്റ് പോയി. ഫോട്ടോ എടുക്ക്. തഹസിൽദാരെ കാറ്റ് പോയി. ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്ക്. കളർ ഫോട്ടോ എടുക്ക്, കളർ ഫോട്ടോ. കളക്ടർ വന്നു. കളക്ടർ, കളക്ടർ. What's going on here? ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫർ ആയി വന്ന തഹസിൽദാർ
എന്റെ കസേര കയറിയിരുന്നു. എന്നിട്ട് He could have asked me, sir. ആ പാവം തഹസിൽദാർ ഇപ്പം മരിക്കും സാർ. അദ്ദേഹത്തെ തുറന്ന് എങ്ങനെയും ആശുപത്രിയിൽ എത്തിക്കും സാർ. ഞാൻ പ്രശസ്ത നോവൽ സാഗർ കോട്ടപ്പുറം. ഡോർ തുറക്കൂ. ഐ സേ ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. തഹസിൽദാർ, തഹസിൽദാർ, അയ്യോ. ഉത്തരവാദിത്തമുള്ള ജോലിയിലിരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. യു കുഡ് ഹാവ് ഇൻഫോം മീ. Who do you think you are? Who are you to lock this door? ഞാൻ No, you are suspended with immediate effect. Make a detailed report and send it to the board for ratification immediately. Yes, sir. ഇവിടെ രാമകൃഷ്ണ, ഇവിടെ രാമകൃഷ്ണ, ഇവിടെ ഇപ്പൊ തന്നെ കൂടുതലായി. ഇവിടെ കൂടുതൽ കുറവെന്നൊക്കെ പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുടിച്ച് ഫിറ്റായിട്ട് ജീവിതത്തിന്റെ പൊരുളന്വേഷിക്കലല്ല എന്റെ ജോലി. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അപ്പൊ പിന്നെ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കണ്ടേ? അടുത്ത വീട്ടിലെ ശൂർഭണ കൈന്ന് ഉറങ്ങില്ല. ഈ രാമലക്ഷ്മണന്മാർ ഇന്ന് ഉറങ്ങുകയില്ല. അവിടെ പരാജയത്തിന്റെ ആഘോഷം, ഇവിടെ വിജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം. ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹരാസ് ചെയ്യാൻ. ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് മറ്റെവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും. അപ്പോ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും. ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ. പുലികൾക്കിഷ്ടം ഇരയെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ്. ഓ, ഇതാര് ഉണ്ണിയാർച്ചയോ? ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങലിന്റെ ആ സ്വരം ഞാൻ കേട്ടത്? എന്തു പറ്റി ആർച്ചയെ ഊരിവാൾ ഇത്ര വട്ടം നുറയിലോട്ടിടാൻ? പിന്നെ എന്തുണ്ട് വിശേഷം? നേരാങ്ങള ആരോമൽ ചേകവർക്ക് സുഖമാണോ? ഭർത്താവ് കുഞ്ഞിരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓ, ഞാൻ ഓർത്തില്ല. ആണിന്റെ തണൽ ഒതുങ്ങാത്ത ഉണ്ണിയാർച്ചയാണല്ലോ ഇത്. ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം. കൊച്ചേ, പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33 അല്ല 99% സംവരണം ഏർപ്പെടുത്തിയാലും ആണെപ്പോഴും ആണ് തന്നെ. അതോർത്തോളൂ. ഞങ്ങളോട് സാഗറെ മതി. എന്ത് മതിയെന്ന്? വീട് തേടി വന്ന ഒരു സ്ത്രീയോട് ഇനിയും ഒറ്റ അടി വെച്ചെന്നാണല്ലോ എന്നെ പോലീസിൽ പിടിപ്പിക്കുകയും നിന്നെ ആഫീസിലിട്ട് പൂട്ടുകയും ചെയ്ത് ഇവളോട്. അതൊക്കെ കഴിഞ്ഞില്ലേ സാഗറെ? ഓ, കഴിഞ്ഞോ? ഞാനതറിഞ്ഞില്ല. രാമകൃഷ്ണ, നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്തൻ ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്കത് മനസ്സിലാവും. പക്ഷെ സ്ത്രീ എന്റെ ആ ജന്മശത്രുവാണ്. ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ? എനിക്ക് വിജയിച്ച മാത്രം പോരാ, ശത്രുവിനെ കട്ടിച്ച് കീറി താണ്ടവ നൃത്തം ചെയ്യണം. എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീടൊഴിഞ്ഞു പോവും. എല്ലാം അതിനു മുമ്പായാ നന്ന്. ഇല്ല മാഡം, ഈ സാഗർ ഒരു പച്ച നിർത്തടാ. നീ എനിക്ക് സർട്ടിഫിക്കറ്റ് ആയിരുന്നോ? ഞാൻ പാവല്ല, ഞാൻ ഭയങ്കര വൃത്തിയായിട്ടവനാണ്. എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അയ്യോ, അതൊന്നും സാരമില്ലെന്നേ. കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം. നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം. വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട്. മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു. ആയി,